ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മക്കൾ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം എന്താ കൊടുക്കുക എന്നുള്ളത് എന്നും ഒരു ടെൻഷനാണ്. ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്തായാലും വരുമ്പോൾ നല്ല വിശപ്പാണ് രണ്ടുപേർക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ചപ്പാത്തി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്ന റീൽസും കാര്യങ്ങളും ഞാൻ കുറേ മുന്നേ കാണാൻ തുടങ്ങിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കും. ഇന്ന് ഭാഗ്യത്തിനെല്ലതും കൂടി ഒത്തു വന്നു. അങ്ങനെ ചപ്പാത്തി അങ്ങനെ റോളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ കണ്ടമാതിരി തക്കാളിയും സവോളയും ക്യാപ്സിക്കും നല്ലതുപോലെ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എന്താ പറയുക സവാള ഇട്ടു കേട്ടോ. സവാള ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തു. ഞാനിപ്പം വീട്ടിലുണ്ടായ ഈ 3 തക്കാളിയും സവാളയും ക്യാപ്സിക്കും മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇടാം കേട്ടോ. അതൊക്കെ നമ്മളെ കൺവീനിയൻറ്റ് അനുസരിച്ചാണ് നമുക്ക് ഇഷ്ടമുള്ള ഇടാം. അപ്പം എൻ്റെ അടുത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനത് 3 ഇട്ട് ഓരോന്നായിട്ടിട്ട് വഴറ്റിയിട്ടോ. ആദ്യം സവാള ഇട്ട് ഒന്നതായപ്പം എന്ത് ചെയ്തു, ക്യാപ്സിക്കാണ് ഇടുന്നത്. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം തക്കാളി ഇട്ടു. അങ്ങനെ എടുത്തിട്ട് എല്ലാം നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കുകയാണ്. അങ്ങ് വഴറ്റിയെടുത്ത് വരുന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർക്കുന്നത്. നമ്മളിത് എന്താ പറയുക, കുറേ കാലമായിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്. പക്ഷേ എല്ലാ സംഭവം കൂടി നമുക്ക് ഒത്ത് കിട്ടില്ല. കാരണം സോസും മുട്ടയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിന് വേണം. പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് അങ്ങ് ഒത്ത് കിട്ടിയപ്പോൾ ചെയ്ത് നോക്കാമെന്ന് കേട്ടോ. കാരണം ചെറിയ ആളൊക്കെ വരുമ്പോൾ, കുഞ്ഞുസൊക്കെ വരുമ്പോൾ പ്രീ കെ ജിന്ന് വരുമ്പോൾ ഒക്കെ വിശക്കണമാന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. പക്ഷെ നമ്മളമ്മമാർക്ക് എപ്പോഴും ഒരു ടെൻഷനാണല്ലോ, എന്ത് കൊടുത്താലോ കഴിക്കണം ഫുൾ കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം കാണാൻ വേണ്ടി നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു ചിന്താഗതിയാണ് കേട്ടോ എനിക്ക്. കാരണം എന്താ വെച്ചാൽ മക്കൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം കണ്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. മക്കൾ നല്ലപോലെ ഭക്ഷണം കഴിച്ച് നല്ലതുപോലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏതമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടാവാതിരിക്കുക അല്ലേ. അങ്ങനെ ഞാൻ ഇതങ്ങനെ തക്കാളിയും ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വഴറ്റിക്കൊണ്ടിരുന്ന് ഏകദേശം സെറ്റാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് കാശ്മീരി മുളകാണ് എപ്പോഴും കാണാറുള്ള എൻ്റെ അടുത്ത് ഇല്ല. അതുകൊണ്ട് സാധാ മുളക് വളരെ കുറച്ചിട്ടു. പിന്നെ പെപ്പർ ഇട്ടു കേട്ടോ, ബ്ലാക്ക് പെപ്പർ ഇട്ട് അതും കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം വല്ലാതെ എരിവ് വേണ്ട തോന്നി. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ചില്ലി സോസ് ഒഴിക്കണം. ചില്ലി സോസ് ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു. പിന്നെ സോയാ സോസാണ് ഒഴിക്കുന്നത്. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം കെച്ചപ്പ് കുറച്ച് അധികം ഇട്ടു കേട്ടോ. കാരണം കെച്ചപ്പ് മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം ഇട്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്തരം സോസുകൾ സംഭവങ്ങളൊന്നും ഞാൻ മാക്സിമം ഉപയോഗിക്കാറില്ല. ചില ഡിഷസിൻ്റെ കൂടെ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇന്നത് ചെയ്തപ്പം കുറച്ച് അങ്ങ് കൂടുതലിട്ടതാണ് കേട്ടോ. പക്ഷേ മക്കൾക്ക് സോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അധികം കൊടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. വളരെ കുറച്ച് മാത്രം എപ്പോഴെങ്കിലുമൊക്കെ. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. എൻ്റെ വീഡിയോ ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് മുട്ട പൊട്ടിക്കുന്നതൊക്കെ സാധാരണ കുക്കിംഗ് വീഡിയോത്തമാതിരി കാണിക്കാത്തത് എന്താണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്താ പ്രോപ്പറായിട്ട് എടുക്കാത്തതെന്നുള്ളത്. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല. ഞാനൊരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് മറ്റേ റൈറ്റ് ഹാൻഡ് കൊണ്ട് കുക്കിംഗ് ചെയ്യുക. അങ്ങനെ എല്ലാ വീഡിയോസും അങ്ങനെ നമ്മൾ തന്നെ എടുക്കാറുള്ളത് കേട്ടോ. പിന്നെ മോളൊക്കെ അസിസ്റ്റ് ചെയ്യാൻ ഉണ്ടാവുക. പക്ഷെ അപ്പോൾ അത്ര പെർഫെക്ഷനായിട്ട് എടുക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും അവൾ എന്നെക്കാട്ടി നല്ലപോലെ എടുക്കുന്ന എപ്പോഴും തോന്നാറുണ്ട്. എന്തായാലും അങ്ങനെ അതുള്ളതുകൊണ്ടാട്ടോ മുട്ട പൊട്ടി ചോദിക്കണേ അങ്ങനത്തെ ഒന്നും ഇത് കാണാത്തത്. അങ്ങനെ ഇത് നല്ലതുപോലെ എന്താ ചെയ്യുക, നമ്മൾ ഒന്ന് വിട്ട് വരില്ല. ചിക്കി പൊരിച്ച ആ ഒരു പരുവാകൂലേ, ഈ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ആ ഒരു ഡ്രൈ സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മുടെ മെയിൻ ലീഡ് റോളിലുള്ള നമ്മളെ ചപ്പാത്തി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഉപ്പ് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ സോസ് എല്ലാതും ഇഷ്ടമാണ് ഉപ്പിടാത്തത്. പിന്നെ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇടുമല്ലോ. പിന്നെ ഈ ചപ്പാത്തി എങ്ങനെ മുറിക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് കാണിക്കാത്ത ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാട്ടോ അത് കാണിക്കാൻ. ചപ്പാത്തി 3-4 ചപ്പാത്തി ഒരുമിച്ച് വെക്കുക. എന്നിട്ട് 3 കൂടി ഒരുമിച്ച് റോൾ ചെയ്യുക. എന്നിട്ട് നൂഡിൽസ് മാറി ചെറിയ സ്ട്രിപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഈ അവസ്ഥയിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ഞാൻ നേരത്തെ സോട്ട് ചെയ്തപ്പോൾ ഒക്കെ ഹൈ ഫ്ലെയിം ആട്ടെ, ഈ ചപ്പാത്തി ചേർത്തതിന് ശേഷം മാത്രം ഒരു എന്താ പറയുക ലോ ഫ്ലെയിമിലിട്ടിട്ട്, ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടോ. ഇത് മൂടി വെക്കട്ടെ, മക്കൾക്ക് വന്നാൽ കൊടുക്കണം. ഓക്കെ, എന്ന് തേക്കുള്ളൂ.